എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി 4 വലിയ സവാള എടുത്ത് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. എണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം വറുത്ത് കോരുക. നല്ല ബ്രൗൺ കളറാവണ വരെ വറക്കുക. ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഉള്ളിയെല്ലാം കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഉള്ളിയും കൂടി അതേപോലെ വറുത്തെടുക്കുക. അടുത്തായി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും അരിഞ്ഞു വയ്ക്കുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇങ്ങനെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ. രണ്ട് ടീസ്പൂൺ ഗരം മസാല. മൂന്ന് ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര്. നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില പുതിനയില അതിൻ്റെ പകുതി മാത്രം അതിൽ ചേർക്കുക. നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ പകുതിയും കൂടി ഇതിൽ ചേർക്കുക. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരുന്നു. അത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ആവാതിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൂടി ചേർക്കണം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് അരി വേവുന്ന ആവശ്യമായ വെള്ളം ഒഴിക്കുക. അതിനുശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കുരുമുളക്, റൈസിന് ആവശ്യമുള്ള ഉപ്പ്, 2 ടീസ്പൂൺ ഓയിൽ എന്നിവ ഒഴിക്കുക. എന്നിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ബസുമതി റൈസാണ് ഇടുന്നത്. 1/2 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കന്, 1/2 കിലോ റൈസ്. അരി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക.
അരി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ റൈസ് ഒരു 80-90% വെന്തിട്ടുണ്ട്. മുഴുവനായി വേവിക്കാൻ നിൽക്കരുത്. ബാക്കി വേവ് നമ്മൾ ദമ്മിടുമ്പോഴാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൈസ് വേറെ പാത്രത്തിലേക്ക് വെള്ളം മാറാൻ വേണ്ടി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ദമ്മിടാനുള്ള പരിപാടികൾ നോക്കാം. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അരിയുടെ പകുതി ഭാഗം ചിക്കൻ്റെ മേലെ ഒരു ലെയറായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് പകുതി അതിൻ്റെ മേലെ വിതറി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ചാലിച്ചത് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് മേലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ലെയർ റൈസ് മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വറുത്തത് എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം അടപ്പിന് മീതെ കനമുള്ള എന്തെങ്കിലും കയറ്റി വയ്ക്കുക. അപ്പോഴാണ് അത് അതിനുള്ളിൽ കടന്ന് ചിക്കനും റൈസും എല്ലാം നന്നായി വേവുള്ളൂ. അങ്ങനെ കനമുള്ള എന്തെങ്കിലും കയറ്റി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിക്കുക. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് ഒരു 10 മിനിറ്റായി. ഇനി തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, തുറന്ന് നോക്കാൻ പാടില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടി അങ്ങനെ ഇരിക്കണം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂറായി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ചോറും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശരിയാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ ചോറ് ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായി ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് അടിപൊളി രുചിയിൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.